അപ്പോൾ കാണാൻ പോകുന്ന പരിപാടി എന്താണെന്ന് നിങ്ങളോട് നേരത്തെ പറയേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ പരിപാടിയെന്ന്. എവിടെയോ പോകാൻ വേണ്ടി എല്ലാവരും റെഡി ആയിരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഞങ്ങളെല്ലാവരും ഇന്ന് എവിടെയൊക്കെ ആയിരിക്കും എന്ന് അല്ലേ? അപ്പോൾ മെയിൻ ആൾ ഇവിടെ കിടന്നുറങ്ങുവാണ്. നേരത്തെ റെഡിയായി, എന്നിട്ട് നമ്മളെല്ലാവരും കാത്ത് കിടന്നങ്ങനെ ഉറങ്ങിപ്പോയി. ആ ഗ്യാപ്പിൽ നമ്മളെല്ലാവരും റെഡിയായി അങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ നമുക്ക് പോകണ്ടേ? അതിന് മുന്നേ പോവേണ്ടവരൊക്കെ സെറ്റായെന്നൊന്ന് നോക്കണ്ടേ? ആരൊക്കെ റെഡിയായി ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കുഞ്ഞപ്പനല്ലാണെങ്കിൽ ഇന്നലെ റെഡിയാണ്, ബാക്കി ലെവലിലൂടെ ചായ കുടിക്കുന്നത്ര. അപ്പം നമുക്ക് പോകാനുള്ളൊരു വണ്ടിയും കൊണ്ട് ഏട്ടൻ്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്, ഇന്നോവ. നമ്മളെ പാടി ഓടിച്ചാൽ തന്നെ എപ്പോൾ വിളിച്ചാലും അവൈലബിൾ ആണ്. പിന്നെ ഏട്ടൻ്റെ കൂട്ടുകാരനല്ലേ, അതുകൊണ്ട് ചിരിച്ച് കാണിച്ചാൽ മതി. അങ്ങനെ ഉണ്ടാവും. കണ്ട ആ ചിരി കണ്ട, അത്രേ ഉണ്ട്. അപ്പോൾ നമുക്ക് എത്തേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 11 മണിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോഴേ വിട്ടാലേ ആടെ കറക്റ്റ് സമയത്ത് എത്തും. അപ്പോൾ എല്ലാം റെഡിയായി ഒന്നും കൂടി ഒരു റൗണ്ട് നോക്കിയിട്ട് വരാം. വാ, ഇതാ ചെക്കനെ ഇവിടുന്ന് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഇവിടെ അതിനുള്ള തയ്യാറെടുപ്പെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നേരെ വിടാം. അപ്പോൾ 9 മണിക്ക് ഇറങ്ങാനാണ് നമ്മൾ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 9:30 അടുത്തിട്ടുണ്ട്. 9:15 കറക്റ്റ് പറഞ്ഞാൽ 9:15. അപ്പോൾ ഇനി നേരെ ഓലമ്പാടിയിലേക്ക് പോകണം. അവിടെ പോയിട്ട് വൈഫിൻ്റെ അച്ഛനും അമ്മയും കുഞ്ഞണിയെല്ലാം ഉണ്ട്. ഇവരെല്ലാം കൂട്ടിയിട്ട് നേരെ നമ്മൾ സ്ഥലത്തേക്ക് പോകും. എങ്ങോട്ടാന്ന് നിങ്ങൾക്ക് അറിയാലോ, അതുകൊണ്ട് പറയണ്ടല്ലോ. എല്ലാവരും അങ്ങനെ വണ്ടിയിൽ കയറി പോകാൻ വേണ്ടി റെഡിയായി. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഓലമ്പടി എത്തി. അച്ഛനും അമ്മയും അമ്മമ്മയും കുഞ്ഞ് അളിയനും എല്ലാവരും റെഡിയായി നേരത്തെ നമ്മളെ കാത്തുക്കുന്നുണ്ട്. കാത്തുനിന്ന് മടുത്തിട്ടുണ്ടാവുമോയെന്നറിയില്ല, കണ്ടിട്ട് കുഴപ്പമില്ല, എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ അവരെല്ലാം വന്നപ്പോഴത്തേക്ക് ചാടി ഏച്ചി ഇന്നോവയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആടെ നിന്ന് ചാടി ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ കഥയെല്ലാം പറഞ്ഞ് വന്നപ്പോഴത്തേക്ക് സ്ഥലമെത്തി. പുറത്തിറങ്ങിയപ്പോഴത്തേക്കാണെങ്കിൽ വല്ലാത്ത ചൂടും. വീട്ടുവിന് സഹിക്കാൻ പറ്റുക? ഇത്ര നേരം എ സിയിലിരുന്ന് വന്നല്ലേ. ചെങ്ങായി ഒരേ ഒച്ചപ്പാടനെ. പിന്നെ എല്ലാവരും ചുറ്റും നിന്ന് ആശ്വസിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അവനെ വെയിൽ കൊള്ളിക്കാതെ നമ്മൾ നേരെ സ്ഥലത്തേക്ക് നടക്കാൻ തുടങ്ങി. എല്ലാവരും നല്ല മുണ്ടെടുത്ത് വന്ന സ്ഥിതിക്ക് വീട്ടുവിന് മാത്രം മുണ്ടില്ല. അതുകൊണ്ട് നേരെ പോകുന്ന വഴിക്ക് തന്നെ ഫസ്റ്റത്തെ കടയിൽ കയറി ഒരു നല്ല കസവ് കൊണ്ട് നോക്കി വാങ്ങി. അങ്ങനെയുണ്ട്. ഇതെവിടെയാ സ്ഥലത്ത് മനസ്സിലാവാത്തവരുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഏകദേശം എല്ലാവർക്കും പിടികിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ആരെയും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പ്രത്യേകതര ആംബിയൻസ്. അതിവിടെയൊക്കെ ഒരു തവണയെങ്കിലും വന്നിട്ടില്ല, അവർക്ക് കൃത്യമായിട്ട് അറിയും. തട്ടത്തിൻ മറയത്തിൽ നിവിൻപോളി പറയുന്നതായിട്ട് എൻ്റെ സാറേ, മറ്റെവിടെയും കണ്ടുവരാത്തൊരു പ്രത്യേകതര ആംബിയൻസ് ഇവിടെ. ചുറ്റുമുള്ള കടകളിൽ മാറി മാറിയുള്ള ഭക്തിഗാനങ്ങൾ മറ്റെവിടെ പോയാലും നമുക്കൊരു ആംബിയൻസ് ആയിട്ട് തോന്നില്ല. പക്ഷേ ഇവിടെ അതൊരു പ്രത്യേകതര ആംബിയൻസാണ്, പ്രത്യേകതര സുഖമാണ് അത് കേട്ടിരിക്കുക. ആരെയും തന്നെ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്കൊരു പ്രത്യേകതര സുഖമാണ്, മറ്റെവിടെയും കിട്ടാത്ത ഒരു പ്രത്യേകതര ആംബിയൻസ്. ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ആ ഒരു ആംബിയൻസ് കിട്ടും എന്നെനിക്ക് ഉറപ്പാണ്. പലതരം ഭക്തിഗാനങ്ങളായതുകൊണ്ട് യൂട്യൂബ് അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഓഡിയോ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇല്ലെങ്കിൽ ആ ഒരു ആംബിയൻസ് നിങ്ങളിലേക്ക് എത്തിക്കായിരുന്നു. ഇനിയിപ്പം എവിടെയാണെന്ന് മറച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല, എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പറശ്ശിനിക്കടവ്, കണ്ണൂരിൻ്റെ സ്വന്തം മുത്തപ്പൻ. കണ്ണൂരിൻ്റെ എന്ന് പറഞ്ഞാൽ കണ്ണൂരുകാരുടെ മാത്രമല്ല, നമ്മളുടെ എല്ലാവരുടെയും പറശ്ശിനിക്കടവ് മുത്തപ്പനാണ്. കണ്ണൂർ സ്ഥിതി ചെയ്യുന്ന പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുര എന്ന് മാത്രം. വിളിച്ചാൽ വിളിപ്പുറത്ത് ഓടിയെത്തുന്ന നമ്മുടെ സ്വന്തം മുത്തപ്പൻ സന്നിധിയിൽ വെച്ച് വീട്ടുവിന് ചോറ് കൊടുക്കണം എന്നായിരുന്നു എല്ലാവർക്കും ആഗ്രഹം. ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് പേർ കുട്ടികൾക്ക് ചോറ് കൊടുക്കാനായിട്ട് അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഈ മാർച്ച് ഏപ്രിൽ മാസത്തെ ചൂട് കുറക്കാനായിട്ട് അവിടെ ഫാനിൽ വാട്ടർ സ്പ്രേ ചെയ്യുന്ന ഒരു കൂളർ സിസ്റ്റം സെറ്റ് ചെയ്ത് വെച്ചത് വളരെ ആശ്വാസകരമായി തോന്നി. അങ്ങനെ ചോറൂണിനായിട്ടുള്ള ടോക്കൺ അല്ലെങ്കിൽ റെസീത്ത് മുറിച്ചതിന് ശേഷം നമ്മൾ നേരെ മുത്തപ്പനെ തൊഴുവാനായി മുന്നിലോട്ട് നടന്നു. പുഴക്കരയോട് ചേർന്നുള്ള ആ മുത്തപ്പൻ സന്നിധിയിലെത്തുമ്പോഴുള്ള ആ കാഴ്ച അതിമനോഹരമാണ്. അവിടെയാണെങ്കിൽ ഹൗസ് ബോട്ടിങ്ങും ഒക്കെ ആയിട്ട് എന്ത് രസമായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുപാട് പ്ലാൻ ചെയ്തായിരുന്നു ഹൗസ് ബോട്ടിങ്ങും സ്നേക്ക് പാർക്കും എല്ലാം. പക്ഷെ ചോറൂണും അതിൻ്റെ തിരക്കൊക്കെ ആയപ്പോൾ ഫാമിലി ആയിട്ട് ശരിക്കൊന്ന് ഫോട്ടോ എടുക്കാൻ പോലും പറ്റിയില്ല തന്നെ പറയാം.
മെയിനായിട്ട് പറഞ്ഞാൽ കൊച്ചുങ്ങളല്ലേ, അവർക്ക് ആ ചൂട് അത്ര നേരം സഹിക്കാനാവില്ല. അതുകൊണ്ട് അവൻ വളർന്ന് വലുതായിട്ട് വേണം അവൻ്റെ കൂടെ ഇനിയൊരു വരവ് വരാൻ. ഫോട്ടോസും ഹൗസ് ബോട്ടിങ്ങും സ്നേക്ക് പാർക്കും ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങണം. അങ്ങനെ അവിടുന്ന് പറ്റുന്ന രീതിയിൽ 2-3 ഫോട്ടോ എടുത്ത് നമ്മൾ നേരെ അമ്പല നടയിലൊക്കെ ഒന്ന് കയറി അവിടെ പുഴിവാർത്ത് നിന്ന് തന്നെ നമ്മൾ കയ്യും കാലൊക്കെ കഴുകി വൃത്തിയായി ശുദ്ധിയോടെയാണ് നമ്മൾ അമ്പലത്തിൽ ഓരോരാളും കയറുന്നത്. അങ്ങനെ വീട്ടുവിൻ്റെയും കുഞ്ഞു കാലുകളൊക്കെ കഴുകി അങ്ങ് നേരെ മുത്തപ്പനെ കാണാൻ പോയി. കുറച്ചു നേരം അവനെ പുഴയും ഹൗസ് ബോട്ടൊക്കെ അങ്ങ് കാണിച്ചൊന്ന് സമാധാനപ്പെടുത്തിയിട്ട് നേരെ ചോറ് കൊടുക്കാൻ വേണ്ടി പോയി. കറക്റ്റ് സമയത്ത് ആള് സൈലൻ്റായി. അങ്ങനെ ചോറുകൊണ്ട് ഒരുപാട് തിരക്കുണ്ടെങ്കിലും നമ്മൾ നേരത്തെ ടോക്കൺ എടുത്തുകൊണ്ട് കറക്റ്റ് സമയത്ത് തന്നെ കയറി ചെല്ലാൻ പറ്റി. അകത്ത് കയറി ഇരുന്നപ്പോൾ തന്നെ വീട്ടിൽ ഒരുവിധം ഓക്കെ ആയി. അങ്ങനെ കയറി ഇരുന്ന് മുഖമൊക്കെ കഴുകി ഒരു ചന്ദനക്കുറിയൊക്കെ വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് ആൾ ശരിക്കും കൂളായി. കയറിയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എത്തുന്ന നേരത്ത് ശരിക്കും വിചാരിച്ചായിരുന്നു ഇന്ന് ചോറ് കൊടുക്കലിനെ നടക്കുമോ എന്ന്. പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അവൻ കറക്റ്റായിട്ട് അവിടെ ഇരുന്ന് നന്നായിട്ട് ചോറുണ്ട്. മുത്തപ്പൻ്റെ ചോറ് അവൻ വളരെ സന്തോഷത്തോടെ തന്നെ കഴിച്ചു. അതുവരെ ഉണ്ടായിരുന്ന അവൻ്റെ ചൂടും വിഷമവും സങ്കടവും എല്ലാം എങ്ങോട്ട് പോയി എന്ന് തന്നെ ആർക്കും മനസ്സിലായില്ല. അത്ര അവൻ്റെ ചോറുകൊണ്ട് ഗംഭീരമാക്കി. അങ്ങനെ അവൻ്റെ അച്ഛനായ എൻ്റെ കയ്യിൽ നിന്ന് ആദ്യത്തെ ചോറിൻ്റെ മധുരം അറിഞ്ഞ ശേഷം അമ്മയും മറ്റെല്ലാവരും വന്ന് ഇത്തിരിയായിട്ട് മധുരം നൽകാൻ തുടങ്ങി. ഒരുപാട് പേര് നമ്മളെപ്പോലെ തന്നെ ടോക്കണും എടുത്ത് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും തന്നെ അകത്ത് വന്ന് ചോറ് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്നതിന് ശേഷം എല്ലാവരും അവരവർക്ക് ഇഷ്ടം പോലെ വീട്ടിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ചോറ് കൊടുക്കാൻ തുടങ്ങി. ശരിക്കും ഈ സമയത്ത് കുട്ടികളെ സംബന്ധിച്ച് ഇവിടെ വന്ന് ചോറുണ്ടെന്ന് പറഞ്ഞാൽ ശരിക്കും ബുദ്ധിമുട്ടാണ്. നല്ല കരച്ചിലായിരുന്നു അത്ര സമയം. എന്തോ ഭാഗ്യത്തിന് ആ കറക്റ്റ് സമയമാകുമ്പോൾ വീട്ടിൽ ഓക്കെ ആയി. അതുകൊണ്ട് ഏതായാലും സന്തോഷത്തോടെ ചടങ്ങുകളെല്ലാം വൃത്തിയായി കഴിഞ്ഞു. ഞങ്ങൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച വരായിരുന്നു. പക്ഷെ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. മുത്തപ്പനും ഉണ്ടാവും, അത് കാണാൻ വന്ന ഒരുപാട് ആൾക്കാരും ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ചോറ് കൊടുക്കലും ഭയങ്കര തിരക്കായിരിക്കും. ഇന്ന് വന്നുകൊണ്ട് കുറച്ചൊരാശ്വാസമുണ്ട്. തിരക്കിനൊരു കുറവില്ലെങ്കിൽ പോലും ചെറിയൊരു ആശ്വാസമുണ്ട്. മാത്രമല്ല, ഞാൻ ക്യാപ്ഷൻ ഇട്ടിട്ട് ആ ഒരു സംഭവം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇന്നിവിടെ ഒരു സിനിമ നടൻ കൂടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാം. നമുക്കെല്ലാവർക്കും സുപരിചിതനായ ആ സിനിമ നടൻ നമുക്ക് തൊട്ടരികിൽ തന്നെയുണ്ട്. ഒരു നോക്കിയാൽ നിങ്ങളെ കാണിക്കുന്നുണ്ട്. പുള്ളി ഇപ്പോൾ തിരക്കെല്ലാം കഴിഞ്ഞ് മാറി നിൽക്കുന്നുണ്ട്. സെൽഫി എടുക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല. എന്നാലും ഒരു നോക്ക് നിങ്ങളെ കാണിച്ചാൽ ബാബാ എൻ്റെ പുറകെ തന്നെ പിടിച്ചോ, ഇപ്പോൾ കാണാം. ഇപ്പം ആകുമ്പോൾ ഒരു തിരക്കും ഇല്ലാണ്ട് പുള്ളി അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു സെൽഫി എടുക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പുള്ളി ഓൾറെഡി ടയേർഡാന്ന് തോന്നുന്നു. ഒരുപാട് പേര് സെൽഫി എല്ലാം വന്നെടുത്ത് ഇപ്പോഴാണൊരു ഗ്യാപ്പ് പറ്റിയത്. പിന്നെ കുറച്ച് നേരം നമ്മൾ സംസാരിച്ചു എന്നൊക്കെ പറയാനുണ്ടായിരുന്നു. പക്ഷെ സംസാരിക്കാനൊന്നും നമുക്ക് സമയം കിട്ടിയില്ല. ജസ്റ്റ് ഒരു നോക്ക് കണ്ടു, ഇത്രേ ഉള്ളൂ. അങ്ങനെ ചോറ് കൊടുക്കൽ പരിപാടിയെല്ലാം ഉഷാറായിട്ട് നടന്നു. ചെക്കനാണെങ്കിൽ ഫുൾ ഓക്കെ ആയി. അങ്ങനെ പരിപാടിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് തന്നെ സമയം ഒരുപാടായി. ഏകദേശം 12 മണിയെല്ലാം കഴിഞ്ഞു എന്നാണ് തോന്നുന്നു. പിന്നെ പറശ്ശിനിക്കടവിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇവിടെ ഏത് നേരത്ത് വന്നാലും അവർക്കുള്ള പ്രസാദമായിട്ട് പയറും ചായയും എന്നും ഉണ്ടാവും. അത് കഴിക്കാതെ ഇവിടുന്ന് ഒരാളും തിരിച്ചു പോകില്ല. അപ്പം നമുക്ക് കഴിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിട്ട. അതുകൊണ്ട് ഇപ്പം നമ്മൾ പ്രസാദം കഴിക്കാൻ വേണ്ടി കയറുക. കാണിച്ചു തരാം. ഏട്ടത്തെയും കുഞ്ഞപ്പനാണെങ്കിൽ ന്യൂട്രൽ ആദ്യം കയറി സീറ്റ് പിടിച്ചു. നമ്മ അതങ്ങനെ നോക്കി നിന്നു. ആവട്ടെ. അങ്ങനെ നേരെ പറശ്ശിനിക്കടവിൽ നിന്ന് ഇറങ്ങി നേരെ സ്നേക്ക് പാർക്കിലെത്തി. അവിടെ അടുത്തൊരു ഹോട്ടലുണ്ടായിരുന്നു, ഇല എന്ന് പറഞ്ഞിട്ട്. അവിടെ കയറി നന്നായിട്ട് ഷാപ്പാടടിക്കുക വിചാരിച്ച് നേരെ എല്ലാവരും വിട്ടു. ഇവിടെ നല്ല സൗകര്യമുണ്ട്. നല്ല ഒരു തുറസുണ്ട് എന്നെല്ലാം പറയൂലേ, അതുപോലെ തന്നെ ഓപ്പണാണ്. ഇല എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ, അടിപൊളി. എല്ലാ ഐറ്റവും ഇവിടെ കിട്ടും. നോൺ വെജ് ആയാലും വെജ് ആയാലും നല്ല രീതിയിലുള്ള ഭക്ഷണമാണ്. കുഞ്ഞുങ്ങളെയൊക്കെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നല്ലൊരു തൊട്ടിലും ഒക്കെ ആയപ്പോൾ നമുക്ക് തന്നെ ഒരു ആശ്വാസമായി. അങ്ങനെ പകുതി പേരും അവിടുന്ന് സദ്യ തന്നെ ഓർഡർ ചെയ്തു. അടിപൊളിയായിരുന്നു. നല്ല മീൻ പൊരിച്ചയും കൊള്ളാം. അങ്ങനെ ഫുഡൊക്കെ അടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. വണ്ടി ചെറിയതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. പോകുമ്പോൾ ഇന്നോവയാണെങ്കിൽ വരുമ്പം വിശാലിൻ്റെ താറ് ഒന്നും നോക്കിയിട്ടാണ്. നല്ലൊരു മഴയെല്ലാം ആയിട്ട് അടിപൊളി വൈബ്. അപ്പോൾ ബായ്.